ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആസ്മക്ക് ക്ലിയർ ചെയ്യാനുള്ള സ്പെഷ്യൽ മുദ്ര. അത് ഒരു മുദ്ര നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ദേഹത്തിന് സ്ട്രെങ്തും അതേമാതിരി പൂജയ്ക്കും വരുന്നത് അതൊന്ന് എന്തെന്ന് വെച്ചാൽ കടാമുദ്ര. കടാവെന്ന് വെച്ചാൽ ആട് മേലാടുണ്ടല്ലോ, മേലാട് ഒന്ന് കുമ്പും വെച്ച് ഇടിക്കുന്ന മാതിരിയുള്ളത്. ഇത് പൂജാമുദ്രയിലും വരും. നിങ്ങൾക്ക് ഒന്ന് ദേഹത്തിൻ്റെ സ്ട്രെങ്ത്, വയസ്സായ സ്ട്രെങ്ത് കുറയുമല്ലോ. അപ്പോൾ ഈ മുദ്രയൊക്കെ പിടിച്ചാൽ ദേഹത്ത് സ്ട്രെങ്ത് ഉണ്ടാവും. ഒന്ന് ബ്രാങ്കിയൽ മുദ്ര. ചില ആളുകൾക്ക് ആസ്മയിൽ മൂച്ചു കുഴായിൽ അടപ്പുണ്ടാവും, മൂച്ചു തിണറുണ്ടാവും. അതിനെ ക്ലിയർ ചെയ്യാനുള്ള ഒരു മുദ്ര. അടുത്തത് പൂജയ്ക്കുള്ള അധിഷ്ഠാന മുദ്ര. അപ്പോൾ അധിഷ്ഠാന മുദ്ര എന്ന് പറഞ്ഞുകൊണ്ട് അത് പൂജയ്ക്കും യൂസ് ചെയ്യാം. ഇത് കടാമുദ്ര ദേഹത്തിന് സ്ട്രെങ്തിനും പൂജയ്ക്കും യൂസ് ചെയ്യാം. ബാക്കി ബ്രാങ്കിയൽ മുസ്റ്റാൻ്റെ ആസ്മാവിനുള്ള മുദ്ര. ഇതൊക്കെ നമ്മൾ നോക്കുന്നത്. അതുപോലെ വേറെയും മുദ്രകൾ നോക്കാം. ഇതാണ് ഇന്നത്തെ പ്രോഗ്രാം. അപ്പോൾ ഈ ആസ്മ ക്ലിയർ ചെയ്യാൻ, ആസ്മ ഇപ്പോഴൊക്കെ കുറവ്, മുമ്പൊക്കെ ഒരുപാടുണ്ട്. ഇപ്പോൾ കുറവെന്ന് പറയാൻ കാരണം ഇപ്പം മെഡിസിൻസൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ തമിഴ്നാട്ടിലെ ടി ബിയെ ക്ലിയർ ചെയ്യാൻ 2 ആശുപത്രി TB സാനറ്റോറിയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊന്ന് ആൾ കുറവായതുകൊണ്ട് ആ സാനിറ്റോറിയമൊക്കെ ക്ലോസ് ചെയ്തു. അപ്പോൾ എന്ന് വെച്ചാൽ ആ സാനിറ്റോറിയമൊക്കെ ക്ലോസ് ചെയ്തു. എന്നാലും ചില സിറ്റുവേഷനിൽ ഡ്യൂ ടു അലർജി അല്ലെങ്കിൽ വൈറ്റ് കാർപ്പസിൽ ആസ്മ വരുന്നതിന് മെയിനായിട്ടുള്ള കാരണം വൈറ്റ് കാർപ്പസിലിൻ്റെ വാൾസ് വീക്കാവുന്നതുകൊണ്ടാണ്. സെല്ലിന് റൗണ്ടായിട്ടൊരു വാൾവുണ്ട്, അത് വീക്കായി അത് പൊട്ടിപ്പോകുമ്പോൾ വൈറ്റ് സെല്ലിൻ്റെ അകത്തിരിക്കുന്ന ഫ്ലൂയിഡ് സൈറ്റോപ്ലാസം പുറത്ത് വരും. ഇത് പുറത്ത് വന്നാണ് ആസ്മ, അതായത് വീസിങ് ഉണ്ടാകുന്നത്. ആ വീസിങ് ഉണ്ടാകുമ്പോൾ എന്ന് വെച്ചാൽ ആ പ്രാബ്ലത്തെ ക്ലിയർ ചെയ്യാൻ മുദ്ര മാത്രമല്ല, ഇതിൻ്റെ കൂടെ ആടാതോടകം, അതുപോലെ കണ്ടം കത്തിരി, മുസുക്ക, ഇതേമാതിരി ഒരു പൗഡറും കൂടെ നിങ്ങൾ യൂസ് ചെയ്താൽ ആസ്മ ശരിയാകും. അതിന് സിദ്ധവൈദ്യ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. ഓക്കെ. ഇപ്പോൾ ഈ മുദ്ര ഇതെന്ന് വെച്ചാൽ ആസ്മയുള്ള മുദ്ര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയ്യെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് ഈ വിരൽ ഇങ്ങനെ കൊണ്ടുവയ്ക്കണം. ഇപ്പോൾ ഈ നടുവിരൽ ഇങ്ങനെ കൊണ്ട് കണക്ട്, അടുത്ത് തുടരുത്, വെച്ച് പിടിക്കണം. വെച്ച് പിടിച്ചോണ്ടേ ഇരുന്നാൽ ഇവിടെ നിന്ന് എനർജി ലങ്സിന് പോകുന്നത് നല്ലവണ്ണം ഫീലാണ്. കുറച്ച് താത്ത് പിടിക്കും, അങ്ങനെ വെച്ച് നേരെ പിടിക്കും. കയ്യെ നേരെ നൂത്ത് പിടിക്കും, വെർട്ടിക്കൽ. ഇപ്പോൾ വിരൽ തൊടാതെ അടുത്തടുത്ത് വയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് എനർജി ലങ്സ് ഏരിയക്കും നിങ്ങൾക്ക് പോകുന്ന അറിയാം. കണ്ണം മൂടിയിട്ട് വാച്ച് ചെയ്യും, പോകുന്നുണ്ടോയെന്നോ. കുറച്ച് നേരം ആകുമ്പം പോകും. എനിക്കൊക്കെ ഉടനെ പോകും. പിടിച്ചാൽ ഉടനെ അടുത്ത സെക്കൻഡേ എനർജി അവിടെ പോകും. നിങ്ങൾക്ക് ഇത് ട്യൂണായി വരിക, ഒരു മുദ്ര ട്യൂണായി വരണമെങ്കിൽ മിനിമം 14 മിനിറ്റ്സ് ഒക്കെ ഉണ്ട്. 14 മിനിറ്റ്സ്. അത് വന്നില്ലെങ്കിൽ മിനിമം 14 മിനിറ്റ്സ് പിടിച്ചാൽ അത് വരും. അപ്പോൾ ഇത് വരുമ്പോൾ എനർജി ഫ്ലോ അവിടെ പോയി ക്ലീൻ ചെയ്യും. ഫീൽ ആവുന്നുണ്ടോ? ഇത് ആസ്മ പേഷ്യൻറ്റിന് നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് ഉള്ള മുദ്രയാണ്. ഇതൊക്കെ മരുന്നില്ലാതെ എനർജി കൊണ്ട് അവരവരുടെ ദേഹത്തിലുള്ള എനർജിയെ മാനിപ്പുലേറ്റ് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് അസുഖങ്ങളെ മാറ്റാൻ പറ്റും. അപ്പോൾ ഈ വെറും മുദ്രകൾ വഴി അസുഖങ്ങളെ മാറ്റുന്ന ടെക്നിക്കൊക്കെ ഉണ്ട്. എന്നാൽ അതിൻ്റെ കൂടെ ചില ഫുഡ് സപ്ലിമെൻറ്റ് അല്ലെങ്കിൽ ഹെർബൽ സപ്ലിമെൻറ്റും കൂടെ നിങ്ങൾ ഇടണം. അതാണ് അതിൽ ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് നിങ്ങൾക്ക് കടാമുദ്ര പൂജയിലും വരും. പക്ഷേ നിങ്ങൾക്ക് വരുന്നത്, നിങ്ങളിപ്പോൾ ഡെയിലി പൂജയിൽ എത്ര മുദ്രകൾ യൂസ് ചെയ്യുന്നു സാധാരണ? മുദ്ര. പക്ഷേ അത് നിങ്ങളുടെ ചേട്ടൻ്റെ അടുത്ത് വേറെ വയസ്സായ ആളുകളുണ്ടെങ്കിൽ അവർ ഇന്നും ഒരുപാട് പേര് പറയും. നിങ്ങളുടെ അടുത്ത് വീട്ടിൻ്റെ അടുത്ത് സീനിയർ ഉണ്ടോ?
വയസ്സായ പൂജാരികളുണ്ടെങ്കിൽ അവരുടെ ചോദിച്ച് 12 അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ കുറഞ്ഞത് ഒരു 108 മുദ്രയെങ്കിലും ഉണ്ടാവും. നിങ്ങൾ ഇനിയും ഒരു 13 കൂടെ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു 25 മുദ്ര, അത് നിങ്ങൾക്ക് സീനിയർ വയസ്സായ ആളുകളുണ്ടാ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് വയസ്സായ പൂജാരികൾ, അവരുടെ അടുത്ത് പോയി ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന ലിസ്റ്റ് പേപ്പറിൽ ആദ്യം എഴുതിയിട്ട് പോകണം. അവരുടെ അടുത്ത് പോയി നിങ്ങൾക്ക് അറിയാത്ത മുദ്രകളുടെ പേരുകൾ പറഞ്ഞു തന്നാൽ അവരെ കാണിച്ചു തരും. ഇല്ലെങ്കിൽ നമുക്ക് വന്ന് അതിനെ ട്രേസ് ചെയ്യാം. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഇവർക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 25-30 മുദ്രയെങ്കിലും പറഞ്ഞു കൊടുത്താൽ ഒരു ചെറിയ ഒരു കോഴ്സ് മാതിരി നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ പൂജയ്ക്ക് ഇപ്പം നിങ്ങൾക്ക് തമിഴ്നാട്ടിലുള്ള മുദ്ര അത്രയും എൻ്റെ കയ്യിലുണ്ട്, 108 മുദ്ര ഉണ്ട്. അപ്പോൾ നിങ്ങൾ 12 മുതൽ അവിടെയും കൂടുതൽ ഇരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ കേരളത്തിലുള്ള താന്ത്രിക് മെത്തേഡ് താന്ത്രിക് മെത്തേഡിൽ മുദ്രകളാണ് കൂടുതൽ. തമിഴ്നാട്ടിലുള്ള പൂജയ്ക്ക് അലങ്കാരം കൂടുതൽ, അഭിഷേകം കൂടുതൽ, അലങ്കാരം കൂടുതൽ, മന്ത്രങ്ങൾ കൂടുതൽ, മുദ്രകൾ കുറവ്. മുദ്രകൾ കുറവ്. കേരളത്തിൽ അഭിഷേകം അലങ്കാരമൊക്കെ കുറവാണ്. കണ്ടിട്ടുണ്ടോ? ചെറിയ ഒരു അലങ്കാരം, എല്ലാം ചെറിയ രീതിയിൽ മുദ്രകളെ കൂടുതൽ ചെയ്യും. അപ്പോൾ മുദ്രകൾക്ക് മാച്ചായി മാറാറുണ്ടല്ലോ. ചെണ്ട അടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ചെണ്ട അടിക്കുന്നതും മുദ്രയ്ക്കും കണക്ഷനുണ്ട്. അകത്ത് വന്ന് പൂജാരി മുദ്ര ചെയ്യുമ്പോൾ അത് കണക്കാക്കി ചെണ്ട അടിക്കും. അപ്പോൾ ചെണ്ട അടിക്കുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ അകത്തും പുറത്തും ഒരു എനർജി ഫ്ലോ ഉണ്ടാവും. ഈ മുദ്രയും ചെണ്ട അടിക്കുന്ന രണ്ടും കമ്പൈനായി ഒരു ഭയങ്കരമായിട്ടുള്ള എനർജി ഫ്ലോ ഉണ്ടാവും. നട തുറക്കും മുമ്പ് അടിക്കുന്ന ഇതാണ് നടക്കുന്നത്. നട തുറക്കും മുമ്പ് അകത്തിരുന്ന് തിരുമേനിയും മുദ്രകൾ ചെയ്യും, പുറത്തിരുന്ന് മാറാറും ഇപ്പോൾ ഉടുക്കൊക്കെ അടിക്കുന്നത് ഇതിനും മാച്ചായി പോകണം. പോയാൽ ഒരു എനർജി ഫ്ലോ, മാച്ചായില്ലെങ്കിൽ ഡിസ്റ്റർബൻസ്. അതിന് ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. ഓക്കെ. ഇപ്പം നിങ്ങൾക്ക് കടാമുദ്ര എന്ന് പറയുന്നത് ഇതാണ് കടാമുദ്ര. ഇതാ ഇങ്ങനെ വെച്ച് നോക്കണം.